നമസ്കാരം. മുസുകുന്ദ ചക്രവർത്തിയാൽ പ്രതിഷ്ഠ ചെയ്യപ്പെട്ടതും ദേവേന്ദ്രന്റെ ഉപഹാരമായ ത്യാഗരാജമൂർത്തി ഉള്ളതും നവഗ്രഹ ദോഷങ്ങൾ മാറുമെന്ന് സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്നതുമായ ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിகு ബ്രഹ്മപുരീശ്വരർ തിരുക്കോവിൽ, തിരുക്കുവളை. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ നാഗപട്ടണം ജില്ലയിൽ തിരുക്കുവളை എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ഭഗവാൻ ശ്രീപരമേശ്വരൻ, ബ്രഹ്മപുരീശ്വരർ, കോളിലിനാഥർ എന്നീ നാമങ്ങളിലും ദേവി ശ്രീപാർവതി, വണ്ടമരം പൂങ്കുഴലമ്മേ, ബൃഹന്നായകി എന്നിങ്ങനെയും അനുഗ്രഹം ചൊരിയുന്നു. ഈ ക്ഷേത്രത്തിന് തിരുക്കുവളை ത്യാഗരാജ ക്ഷേത്രം എന്നും നാമമുണ്ട്. സപ്തവിടംഗ സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ഈ പ്രദേശം പുരാണങ്ങളിൽ ബ്രഹ്മതപോവനം, കഥകാരണ്യം, തേത്രമരവനം, പുഷ്പകവനം, തിരുക്കോളിലി എന്നിങ്ങനെയായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിന്നീടാണത് തിരുക്കുവളை എന്നായി മാറിയത്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അവരുടെ പിതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന യശശരീരൻ കലൈഞ്ചർ മു കരുണാനിധി അവരുടെ ജന്മദേശം തിരുക്കുവளைയാണ്. കാവേരി നദിക്കരയിലുള്ളതും 63 നായന്മാരുടെ കവിതാ സമാഹാരമായ ദേവാരംപാടിൽ ഉൾപ്പെട്ടിട്ടുള്ളതുമായ 274 ശിവക്ഷേത്രങ്ങളിൽ 187ാമത്തേതാണ് ഈ ക്ഷേത്രം. 63 നായന്മാരിൽ അപ്പർ സ്വാമികളും തിരുജ്ഞാന സമ്പന്നരും സുന്ദരമൂർത്തി നായനാരും ഈ ക്ഷേത്രത്തിലെ മൂലവരെ പറ്റി പതികം പാടിയിരിക്കുന്നു. തിരുവാരൂരിലുള്ള ശിവഭക്തർക്ക് അന്നം കൊടുക്കാൻ നെല്ല് അല്ലെങ്കിൽ പൊൻപണം തരണമെന്ന് സുന്ദരമൂർത്തി നായനാർ ഇവിടുത്തെ ഭഗവാനോട് പതികം പാടി. തിരുക്കുവளைക്കടുത്തുള്ള കുണ്ടയൂർ ഗ്രാമത്തിലെ കുണ്ടയൂർ കിഴാർ എന്ന ശിവഭക്തനായ ജന്മിയും ഇതേപോലെ ശിവസേവ ചെയ്തു വന്നിരുന്നു. ശിവഭഗവാൻ കുണ്ടയൂർ കിഴാരുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് സുന്ദരർക്ക് ഒരു കുന്നോളം നെല്ല് കൊടുക്കാൻ നിർദ്ദേശിച്ചു. കുണ്ടയൂർ കിഴാർ നെല്ല് കൊണ്ടുപോകാൻ സുന്ദരമൂർത്തികളെ വിളിച്ചു. സുന്ദരർ സന്തോഷിച്ചു. പക്ഷെ നെല്ല് എങ്ങനെ തിരുവാരൂർക്ക് കൊണ്ടുപോകും എന്ന് ആശങ്കപ്പെട്ട് പതികം പാടി. ഭഗവാൻ പ്രസന്നനായി തന്റെ ഭൂതഗണങ്ങളെ വിളിച്ച് രാത്രിക്ക് രാത്രി നെല്ല് തിരുവാരൂരിലെത്തിച്ചു എന്നാണ് കഥ. ഈ സംഭവത്തിന്റെ ഓർമ്മയ്ക്കായി മാസിമാസം മകം നക്ഷത്രത്തിൽ തിരുക്കുവളை ക്ഷേത്രത്തിലുള്ള സുന്ദരമൂർത്തി നായനാരുടെ ഉത്സവമൂർത്തിയെ എഴുന്നള്ളിച്ച് അടുത്ത ഗ്രാമത്തിലുള്ള കുണ്ടയൂർ ഋഷഭപുരീശ്വര ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി നെല്ല് അളന്നു നൽകുന്ന വൈഭവം നടത്തുന്നു. അഗസ്ത്യ മഹർഷി, മുസുകുന്ദ ചക്രവർത്തി, ബ്രഹ്മദേവൻ, നവഗ്രഹങ്ങൾ, പഞ്ചപാണ്ഡവന്മാർ എന്നിവർ ഇവിടെ ശിവഭഗവാനെ പൂജിച്ചതായി ഐതിഹ്യമുണ്ട്. ഭീമസേനന് ബകാസുരനെ കൊന്നതിനാൽ ഏർപ്പെട്ട ബ്രഹ്മഹത്യാ ദോഷം നീങ്ങിയ സ്ഥലമാണിത്. തിരുവാരൂരിലെ പ്രശസ്തമായ സപ്തവിടംഗ സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. മുസുകുന്ദ ചക്രവർത്തിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ട സപ്തവിടംഗ മൂർത്തികൾ എന്ന മരതക ശിവലിംഗങ്ങൾ ഉള്ള ക്ഷേത്രങ്ങളാണ് സപ്തവിടംഗ സ്ഥലങ്ങൾ. വിടംഗം എന്നാൽ ഉളി തൊടാത്തത്, അതായത് സ്വയംഭൂ എന്നാണ് അർത്ഥം. സപ്തവിടംഗ ക്ഷേത്രങ്ങൾക്ക് പിന്നിലെ ഐതിഹ്യം ഇങ്ങനെ. ഒരു പ്രാവശ്യം ബാലാസുരൻ എന്ന അസുരന്റെ ശല്യം സഹിക്കാതായപ്പോൾ അസുരന്മാരുമായുള്ള യുദ്ധത്തിന് സഹായത്തിനായി ദേവേന്ദ്രൻ ഭൂമിയിൽ നിന്ന് മുസുകുന്ദ ചക്രവർത്തിയെ പടയോടൊപ്പം ദേവലോകത്തേക്ക് ക്ഷണിച്ചു. മുസുകുന്ദ ചക്രവർത്തി പടയോടൊപ്പം ദേവലോകത്തെത്തി യുദ്ധത്തിൽ പങ്കെടുത്ത് അസുരന്മാരെ തറപറ്റിച്ചു. സന്തോഷത്തോടെ ദേവേന്ദ്രൻ മുസുകുന്ദ ചക്രവർത്തിയോട് എന്തെങ്കിലും സമ്മാനം ചോദിക്കാൻ ആവശ്യപ്പെട്ടു. മഹാവിഷ്ണു തന്റെ മാറിൽ വെച്ച് പൂജിച്ചതും പിന്നീട് ദേവേന്ദ്രന് കൈമാറിയതും ദേവേന്ദ്രൻ തന്റെ പൂജാമുറിയിൽ വെച്ച് പൂജിക്കുന്നതുമായ മരതക ശിവലിംഗമാണ് മുസുകുന്ദ ചക്രവർത്തി സമാനമായി ആവശ്യപ്പെട്ടത്. ഇത്രയും ദിവ്യമായ ഒരു ശിവലിംഗത്തെ ഭൂമിയിലേക്ക് കൊടുത്തുവിടാൻ ദേവേന്ദ്രന് മനസ്സ് വന്നില്ല. അദ്ദേഹം മുസുകുന്ദ ചക്രവർത്തിയോട് പോയിട്ട് പിറ്റേന്ന് വരാൻ നിർദ്ദേശിച്ചു. ആ സമയത്തിനുള്ളിൽ ദേവേന്ദ്രൻ ദേവശില്പി വിശ്വകർമാവിനെ വിളിച്ച് ദിവ്യമായ മരതക ശിവലിംഗം പോലെ തോന്നിക്കുന്ന തരത്തിൽ 6 മരതക ശിവലിംഗങ്ങൾ തയ്യാറാക്കി. പിറ്റേന്ന് മുസുകുന്ദ ചക്രവർത്തി വന്നപ്പോൾ 7 മുന്നിൽ വെച്ച് അതിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കാൻ നിർദ്ദേശിച്ചു. തീവ്ര ശിവഭക്തനായ മുസുകുന്ദ ചക്രവർത്തി ശിവഭഗവാനെ പ്രാർത്ഥിച്ചതും ഒരു ശിവലിംഗത്തിൽ നിന്നും ചെങ്കഴുനീർ പൂ വാസന വന്നതും മുസുകുന്ദ ചക്രവർത്തി അത് തിരഞ്ഞെടുത്തു. ശിവഭഗവാന്റെ തിരുവിളയാടലാണിതെന്ന് മനസ്സിലാക്കിയ ദേവേന്ദ്രൻ മറ്റൊന്നും പറയാനാവാതെ 7 മരതക ശിവലിംഗങ്ങളും ഭൂമിയിലേക്ക് കൊടുത്തയച്ചു. പാലാഴിയിൽ നിന്നും കണ്ടെടുത്ത മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ ആഴിത്തേരിൽ വെച്ചാണ് മുസുകുന്ദ ചക്രവർത്തി സപ്തവിടംഗ മൂർത്തികളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. മുസുകുന്ദ ചക്രവർത്തി തിരുവാരൂരിന് ചുറ്റുമുള്ള 7 ക്ഷേത്രങ്ങളിൽ ഈ സപ്തവിടംഗ മൂർത്തികളെ പ്രതിഷ്ഠിച്ചു. ഈ ക്ഷേത്രങ്ങളിലെല്ലാം ത്യാഗരാജർക്ക് ഒരു സന്നിധി ഉണ്ടായിരിക്കും. ആ സന്നിധിയിലാണ് മരതക ശിവലിംഗം ഇരിക്കുന്നത്. ഈ മരതക ശിവലിംഗങ്ങൾക്കെല്ലാം ഓരോ പേരും നടനവുമുണ്ട്. നടനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്രീമൻ മഹാവിഷ്ണുവിന്റെ ശ്വാസഗതിക്കനുസരിച്ച് ശിവഭഗവാൻ മാറിൽ നടനം ചെയ്തതാണ്. ഉത്സവ സമയങ്ങളിൽ പൂജാരിമാർ വിടംഗമൂർത്തിയെ ഒരു പല്ലക്കിൽ വെച്ച് ഒരു പ്രത്യേക രീതിയിൽ ഊഞ്ഞാലാട്ടുന്നതാണ് നടനം. ദേവേന്ദ്രൻ പൂജിച്ച മരതക ശിവലിംഗം ഇപ്പോൾ തിരുവാരൂർ ക്ഷേത്രത്തിലാണ് ഉള്ളത്. ഈ വിടംഗമൂർത്തികളെ കൊണ്ടുവന്ന ആഴിത്തേരിനെ കുറിച്ചും എന്തുകൊണ്ട് ദേവലോകത്ത് അത്രയും പേരുണ്ടായിട്ടും ദേവേന്ദ്രൻ ഭൂമിയിൽ നിന്ന് മുസുകുന്ദ ചക്രവർത്തിയെ തന്നെ വിളിച്ചു എന്നതുമെല്ലാം തിരുവാരൂർ വീഡിയോയിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. സപ്തവിടംഗ ക്ഷേത്രങ്ങളും അവയുടെ നടനവും ഇതാണ്. തിരുവാരൂർ ത്യാഗരാജ ക്ഷേത്രം വീതിവിടങ്കർ അജപനടനം, തിരുനള്ളാർ ദർബാരണ്യേശ്വര ക്ഷേത്രം നഗരവിടങ്കർ ഉന്മത്ത നടനം, നാഗപട്ടണം കയറോഹണ ക്ഷേത്രം സുന്ദരവിടങ്കർ വീതി നടനം, തിരുക്കാരവാസൽ കണ്ണായിരമുടിയാർ ക്ഷേത്രം ആദിവിടങ്കർ കുക്കുട നടനം, തിരുക്കുവളை ബ്രഹ്മപുരീശ്വരർ ക്ഷേത്രം അവനിവിടങ്കർ ബൃംഗ നടനം, തിരുവൈമൂർ വൈമൂർനാഥർ ക്ഷേത്രം നീലവിടങ്കർ കമല നടനം,
വേദാരണ്യം വേദാരണ്യേശ്വര ക്ഷേത്രം ഭുവനി വിടങ്കർ ഹംസപഥ നടനം. തിരുക്കുവളെ ബ്രഹ്മപുരീശ്വര ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. ആരാണ് ഉന്നതൻ എന്ന് തർക്കിച്ച ബ്രഹ്മദേവനും മഹാവിഷ്ണുവിനുമായി ശിവഭഗവാൻ വെച്ച മത്സരത്തിൽ ശിവഭഗവാന്റെ മുടി കണ്ടു എന്ന് കള്ളം പറഞ്ഞ ബ്രഹ്മദേവന് ശാപം കിട്ടിയതിനാൽ ബ്രഹ്മദേവന്റെ സൃഷ്ടികർമ്മം തടസ്സപ്പെട്ടു. അതുമൂലം നവഗ്രഹങ്ങൾക്കും ശരിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ഇരുകൂട്ടരും ഇവിടെ ശിവഭഗവാനെ തപസ് ചെയ്തു. ബ്രഹ്മദേവൻ ഇവിടെ മണൽ കൊണ്ടൊരു ശിവലിംഗം ഉണ്ടാക്കി ബ്രഹ്മതീർത്ഥം സൃഷ്ടിച്ച് വളരെ കാലം ശിവഭഗവാനെ പൂജിച്ചു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ബ്രഹ്മദേവന്റെ ശാപം മാറ്റി ബ്രഹ്മപുരീശ്വരരായി. നവഗ്രഹങ്ങൾക്കും ദോഷം മാറിയതിനാൽ ഭഗവാന് കോളിലിനാഥർ എന്നൊരു നാമവും വന്നു. കോൾ എന്ന ഗ്രഹങ്ങൾ എന്നാണ് അർത്ഥം. ഈ ക്ഷേത്രത്തിൽ നവഗ്രഹങ്ങളെല്ലാം തന്നെ ഒറ്റ വരിയിൽ ശിവഭഗവാന് നന്ദിയർപ്പിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഏകദേശം 2000 വർഷത്തോളം പഴക്കം കണക്കാക്കപ്പെടുന്നതും കിഴക്ക് ദർശനമായ 5 നില രാജഗോപുരത്തോടും വസന്തമണ്ഡപം, വാഹനമണ്ഡപം എന്നിങ്ങനെ പല മണ്ഡപങ്ങളോടും കൂടിയ ഈ പുരാതന ക്ഷേത്രം പൂർവജന്മ വൈരാഗ്യത്താൽ ആനയ്ക്ക് കടക്കാൻ പറ്റാത്ത വിധം 78 മാടക്കോവിലുകൾ നിർമ്മിച്ച കോച്ചങ്കൻ ചോഴനാൽ നിർമ്മിക്കപ്പെട്ടതാണെന്നാണ് അനുമാനം. പിന്നീട് ഭരിച്ച ചോഴരും പാണ്ഡ്യരും വിജയനഗര സാമ്രാജ്യ രാജാക്കന്മാരും ക്ഷേത്രം പുനർനിർമ്മാണം ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ ഉൾവശത്ത് വേറൊരു 3 നില ഗോപുരമുണ്ട്. കുലോത്തുംഗ ചോഴൻ ഒന്നാമന്റെയും സുന്ദരപാണ്ഡ്യന്റെയും കാലത്തെ ശിലാഫലകങ്ങൾ ക്ഷേത്രത്തിലുണ്ട്. കിഴക്ക് ദർശനമായ രാജഗോപുരം കടന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ കൊടിമരം, ബലിപീഠം, നന്ദി ഭഗവാൻ, പ്രധാന കരുവറയിൽ ശ്രീപരമേശ്വരൻ, ബ്രഹ്മപുരീശ്വരർ, കോളിലിനാഥർ എന്നീ നാമങ്ങളിൽ മണലിൽ തീർത്ത സ്വയംഭൂ ശിവലിംഗ തിരുമേനിയായി കിഴക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. ഈ സ്വയംഭൂ മണലിംഗത്തിന് നിത്യാഭിഷേകമില്ല. അമാവാസി ദിവസങ്ങളിൽ സാമ്പ്രാണി പുക കാണിക്കും. മറ്റു ദിവസങ്ങളിലെല്ലാം കുവള ചാർത്തി പൂജ ചെയ്യും. കുവള എന്ന വാക്കിന് പൂവ്, പാത്രം എന്നെല്ലാം അർത്ഥമുണ്ട്. ശിവലിംഗത്തെ ചെമ്പ് കവചമണിയിച്ചാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അങ്ങനെയായിരിക്കാം തിരുക്കുവളെ എന്ന നാമം വന്നത്. ഇവിടെ പ്രാർത്ഥിക്കുന്നതിലൂടെ നവഗ്രഹ ദോഷങ്ങളും ശാപങ്ങളും മാറുമെന്നാണ് വിശ്വാസം. തനി കോവിലിലാണ് ദേവി സന്നിധി. ദേവി ഇവിടെ 4 കരങ്ങളോടെ, മൃദുമന്ദഹാസത്തോടെ, വണ്ടമരം പൂങ്കുഴലമ്മേ, ബൃഹന്നായികി എന്നീ നാമങ്ങളിൽ കിഴക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. വിവാഹ സന്താന തടസ്സങ്ങൾ മാറാൻ ഭക്തർ ഇവിടെ പ്രാർത്ഥിക്കുന്നു. ത്യാഗരാജ സന്നിധിയിലാണ് ദേവേന്ദ്രൻ കൊടുത്തുവിട്ട മരതകലിംഗം ഇരിക്കുന്നത്. ഈ മൂർത്തിക്ക് ത്യാഗരാജർ എന്നും നാമമുണ്ട്. ഇവിടെയുള്ള മരതകലിംഗം അവനി വിടങ്കർ എന്നറിയപ്പെടുന്നു. നടനം ഭൃംഗനടനം. വണ്ടിനെ പോലെ ഭഗവാൻ നടനമാടുന്നു എന്ന് സാരം. പ്രധാന സന്നിധിക്ക് വലതുവശത്താണ് സപ്തവിടങ്ക സ്ഥലം. രാവിലെ 9 മണിക്കും വൈകുന്നേരം 7 മണിക്കും മാത്രമാണ് മരതക ശിവലിംഗത്തിന് അഭിഷേകം. ഈ അഭിഷേകം ദർശിക്കുന്നത് മോക്ഷം എന്നാണ് വിശ്വാസം. ഇവിടെയുള്ള വിനായകർ ത്യാഗവിനായകർ എന്നറിയപ്പെടുന്നു. ക്ഷേത്ര മുൻവശത്തായി ബ്രഹ്മതീർത്ഥവും ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്ത് ഇന്ദ്രതീർത്ഥവും പടിഞ്ഞാറ് അഗസ്ത്യതീർത്ഥവും ക്ഷേത്രത്തിനരികിലൂടെ ചന്ദ്രാനദിയും ഒഴുകുന്നു. ദേവി സന്നിധിക്ക് അടുത്തുള്ള കിണറാണ് ശക്തി തീർത്ഥം. ഈ ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠകളെ കൂടാതെ നർത്തന വിനായകർ, ദക്ഷിണാമൂർത്തി, ഭിക്ഷാടനർ, നടരാജർ, ശിവഗാമി അമ്മൻ, മഹാവിഷ്ണു, അർദ്ധനാരീശ്വരർ, ബ്രഹ്മാവ്, ദുർഗ, സുന്ദരവടിവേലർ, വിശ്വനാഥർ, വിശാലാക്ഷി അമ്മൻ, ഇന്ദ്രപുരീശ്വരർ, സൊക്കലിംഗം, അണ്ണാമലയാർ, നാൽവർ, മഹാലക്ഷ്മി, ചന്ദ്രൻ, സൂര്യൻ, സുന്ദരമൂർത്തികൾ, പത്നി പറവേനാച്ചിയാർ എന്നിവരെ കൂടാതെ ഹേമകാന്തമുനിക്ക് ശിവലോകം കാണിച്ചു കൊടുത്ത ശിവലോക വിനായകർക്കും പ്രതിഷ്ഠയുണ്ട്. ക്ഷേത്രവൃക്ഷം തേക്കുമരം, തേത്രമരം. ക്ഷേത്രതീർത്ഥം ബ്രഹ്മതീർത്ഥം. കാരണ ആഗമ വിധിപ്രകാരമുള്ള പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. ആവണി മാസത്തിൽ വിനായക ചതുർത്ഥി, പുരട്ടാസി നവരാത്രി, ഐപ്പശി അന്നാഭിഷേകം, തൃക്കാർത്തിക, മാർഗഴി തിരുവാതിര, തൈപ്പൊങ്കൽ, മഹാശിവരാത്രി, പ്രദോഷം എന്നിവയാണ് ക്ഷേത്രത്തിലെ വിശേഷപ്പെട്ട ദിനങ്ങൾ. പ്രത്യേകത അർഹിക്കുന്ന മുസുകുന്ദാർച്ചനയും ഇവിടെ നടത്തുന്നുണ്ട്. പൂജാസമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 5 മണി മുതൽ രാത്രി 9 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തിരുവാരൂരിൽ നിന്ന് 23 കിലോമീറ്റർ, തിരുത്തുറപ്പൂണ്ടിയിൽ നിന്ന് 16 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുവാരൂർ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.